എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണ പണയവുമായി ബന്ധപ്പെടുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഉത്തരവ് 2026 ഏപ്രിൽ 1 മുതൽ നിലവിൽ വരികയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും സ്വർണ്ണ പണയവുമായി ബന്ധപ്പെടുത്തി റിസർവ് ബാങ്കിന്റെ പുതുക്കിയ ഉത്തരവ് ഏപ്രിൽ 1 മുതൽ പൂർണ്ണതോതിൽ നിലവിൽ വരുന്നതാണ്. ജൂണിലാണ് റിസർവ് ബാങ്ക് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ചട്ടം പാലിക്കുവാൻ 6 മാസം സമയം നീട്ടി നൽകണമെന്ന് ഗോൾഡ് ലോൺ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും RBI ഇത് സംബന്ധിച്ച് ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. സ്വർണ്ണപ്പണയ വായ്പ സംബന്ധിച്ച് കടുത്ത വ്യവസ്ഥകളിൽ നിന്ന് 2.5 ലക്ഷം രൂപ വരെ വായ്പകൾക്ക് ഇളവ് നൽകിയിരുന്നു. പണയം വച്ച സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 75% വരെ മാത്രമേ വായ്പയായിട്ട് നൽകുവാനായിട്ട് സാധിക്കൂ എന്നാണ് കരടിലെ മുഖ്യ മാർഗരേഖ എന്ന് പറയുന്നത്. എന്നാൽ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് അന്തിമ വിജ്ഞാപനത്തിൽ 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ ഇത് 85% ഉയർത്തിയിരുന്നു. 2.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ 80%, 5 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് 75% എന്ന പരിധി ബാധകമാകുന്നതാണ്. ചുരുക്കത്തിൽ ചെറുവായ്പകളിൽ വയ്ക്കുന്ന സ്വർണത്തിന് താരതമ്യേന ഉയർന്ന തുക വായ്പയായിട്ട് ലഭിക്കുന്നതാണ്. എന്നാൽ മൂല്യം കണക്കാക്കുമ്പോൾ മുതലിനോടൊപ്പം തന്നെ കാലാളവ് പൂർത്തിയാകുമ്പോൾ അടയ്ക്കേണ്ട പലിശയും കണക്കാക്കുന്നതാണ്. അങ്ങനെ കണക്കാക്കുമ്പോൾ വായ്പയായിട്ട് ലഭിക്കുന്ന തുകയിൽ കുറവുണ്ടായിരിക്കുന്നതാണ്. ബാങ്കുകൾക്കും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഈ വ്യവസ്ഥ ബാധകമാണ്. വ്യക്തിയുടെ തിരിച്ചടവ് ശേഷി അടക്കമുള്ള കാര്യങ്ങളിൽ ധനകാര്യ സ്ഥാപനം നടത്തുന്ന വിശദമായിട്ടുള്ള പരിശോധനകളിലും 2.5 ലക്ഷം രൂപ വരെ വായ്പ എടുക്കുന്നവർക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. വായ്പാ കാലയളവ് തീരുമ്പോൾ പലിശയും മുതലും ഒരുമിച്ചടച്ച് പണയവസ്തു തിരിച്ചെടുക്കാവുന്നതാണ്. ബുള്ളറ്റ് റീപേയ്മെന്റുകൾ, ലോണുകൾ, വരുമാന ഉദ്ദേശത്തോടുകൂടി അല്ലാതെയുള്ള അടിയന്തര വ്യക്തിഗത ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുന്ന ഇത്തരം വായ്പകൾ പലിശ അടച്ച് പുതുക്കുന്നതിന് തടസ്സമില്ല. എല്ലാത്തരം സ്വർണ്ണ വായ്പയിലും കുടിശ്ശിക ഇല്ലെങ്കിൽ മാത്രമേ പുതുക്കുവാൻ അനുവാദമുള്ളൂ. പരമാവധി 1 കിലോ സ്വർണവും 10 കിലോഗ്രാം വരെയുള്ള വെള്ളിയും മാത്രമേ വായ്പയായിട്ട് പണയം നൽകാവൂ എന്ന വ്യവസ്ഥയുണ്ട്. സ്വർണ്ണ നാണയങ്ങളിൽ 50 ഗ്രാമും വെള്ളി നാണയങ്ങളിൽ 500 ഗ്രാമുമാണ് പരിധി വരുന്നത്. പണയം വയ്ക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കുന്ന രേഖയോ സത്യവാങ്മൂലവും നൽകേണ്ടതാണ്. മോഷണം മുതൽ പണയമായിട്ട് വരുന്നത് ഒഴിവാക്കാനാണ് വായ്പ തിരിച്ചെടുത്താൽ 7 പ്രവൃത്തി ദിവസത്തിനകം തന്നെ സ്വർണം തിരികെ നൽകേണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങൾ പരിശോധിച്ചാൽ വൈകിയാൽ നമുക്കിവിടെ പിന്നീടുള്ള ഓരോ ദിവസത്തിനും 5000 രൂപ വീതം നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ്. ആഭരണങ്ങൾ, നാണയങ്ങൾ ഒഴികെയുള്ള സ്വർണവും വെള്ളിയും പണയത്തിനായിട്ട് സ്വീകരിക്കില്ല. സ്വർണത്തിന്റെ പരിശുദ്ധി കണക്കാക്കിയാണ് മൂല്യം നിശ്ചയിക്കുന്നത്. കഴിഞ്ഞ 30 ദിവസത്തെ വിലയും തലേന്നത്തെ ക്ലോസിംഗ് വിലയും പരിഗണിച്ച് ഇതിന്റെ ഏതാണോ കുറവ് അതനുസരിച്ചായിരിക്കും മൂല്യനിർണ്ണയം. ആഭരണത്തിലെ കല്ലുകളുടെയും മറ്റ് മൂല്യം പരിഗണിക്കുന്നതല്ല. പരിശുദ്ധിയും തൂക്കവും കണക്കാക്കുവാൻ എല്ലാ ബ്രാഞ്ചിലും ഒരേ രീതിയായിരിക്കും. ഇത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. പണയം വച്ച സ്വർണം നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാര വ്യവസ്ഥയടക്കം ഉപഭോക്താവിനെ അറിയിക്കേണ്ടതാണ്. സ്വർണം സ്വീകരിക്കുമ്പോൾ തൂക്കം, അതോടൊപ്പം തന്നെ പരിശുദ്ധി, ആഭരണങ്ങൾക്ക് തകരാറുണ്ട് എങ്കിൽ അതിന്റെ വിവരങ്ങൾ, ചിത്രം എന്നിവ ചേർത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി ഉപഭോക്താവിന് നൽകേണ്ടതാണ്. തിരിച്ചടവ് മുടങ്ങിയ വായ്പ ലേലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതോടൊപ്പം തന്നെ നോട്ടീസ് നൽകി 1 മാസം കഴിഞ്ഞ് മാത്രമേ ലേല നടപടികൾ ആരംഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. ലേലത്തിന് വയ്ക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രാദേശിക മാധ്യമത്തിലും ഒരു ദേശീയ മാധ്യമത്തിലും പരസ്യം നൽകേണ്ടതാണ്. ലേലം ചെയ്യുമ്പോൾ റിസർവ് ബാങ്കിന്റെ സ്വർണത്തിന്റെ മൂല്യത്തിന് 90% കുറയരുത്. ലേലം 2 തവണ പരാജയപ്പെട്ടാൽ 85% വരെ റിസർവ് വില കുറയ്ക്കാവുന്നതാണ്. ആദ്യം ലേലം അതേ ജില്ലയിൽ തന്നെ നടത്തേണ്ടതാണ്. അത് പരാജയപ്പെട്ടാൽ സമീപ ജില്ലകളിലോ ഓൺലൈനായിട്ടോ ലേലം ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും വ്യക്തി ബാങ്കിന്റെ പരിധിയും കടന്ന് സ്ഥിരമായിട്ട് സ്വർണ്ണപ്പണയ വായ്പ എടുക്കുന്നുണ്ടെങ്കിൽ കള്ളപ്പണ ഇടപാടുകൾ അല്ല എന്ന് ഉറപ്പുവരുത്തുവാനുള്ള നിരീക്ഷണവും നടത്തുന്നതാണ്. ഇതൊക്കെയാണ് സ്വർണ്ണപ്പണയത്തിൽ RBIയുടെ പുതുക്കിയ ഉത്തരവിൽ പ്രധാനമായിട്ടും വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.